ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്ന് ഒരു വ്ളോഗായിട്ട് തന്നെ വന്നിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ മാള ജംഗ്ഷനിലാണ്. മാള ജംഗ്ഷനിൽ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാസ്കും കാര്യങ്ങളൊക്കെ ഇപ്പം നിർബന്ധം കാര്യങ്ങളൊന്നും ഇല്ല. ഒരുപാട് ആൾക്കാർ മാസ്ക് ഒന്നും വെക്കാണ്ട് നോർമലായിട്ട് നടക്കണം. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. കാരണം ഏകദേശം ഒരു 1.5 വർഷം 2 വർഷത്തോളം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ശ്വാസം മുട്ടിയ ജീവിതത്തിൽ തന്നെയായിരുന്നു. എനിക്കങ്ങ് മാസ്ക് വെക്കാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇത് തന്നെയായിരുന്നു. കാരണം ഇവിടെ ചെവിട് വലിഞ്ഞ് വേദന എന്നൊക്കെ ഉള്ള രീതിയായിരുന്നു. കാരണം ആ ടൈമിൽ ഇങ്ങനെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളവർ നിർബന്ധമായിട്ട് മാസ്ക് ധരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വർക്കേഴ്സും കാര്യങ്ങളെല്ലാവരും മാസ്കൊക്കെ വെച്ചിട്ടാണ് പണിയൊക്കെ എടുത്തിരുന്നത്. അപ്പോൾ അതിനൊരു അതായത് ഒരു സമാധാനം വന്ന് തുടങ്ങണമെന്ന് കാണുമ്പോൾ ഒരു സമാധാനം തന്നെ ഉണ്ട് കേട്ടോ ഉള്ളിൽ. ഒരു സന്തോഷമുണ്ട്. സമാധാനമല്ല, സന്തോഷമുണ്ട് നല്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളുടെ കഴിഞ്ഞൊരു വ്ളോഗിൽ നിങ്ങൾ കണ്ടിരിക്കും, ഒരു വണ്ടി ബൂത്തിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടിയുടെ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു ഫോർച്യൂണർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കാനൊക്കെ ആയിട്ട് പോവാം. അപ്പോൾ ആ പരിപാടിയൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഗ്യാരേജിൽ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗ്യാരേജിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗ്യാരേജിൽ 2 വണ്ടി തയ്യാറായി കിടക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ കണ്ട ഒരു വണ്ടിയുടെ ഫ്രണ്ട് സെറ്റിങ് കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നോർമൽ ടെൻറ്റിങ് കാര്യങ്ങളൊക്കെ എൻ്റെ തീർത്തിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയിൽ നിന്ന് പ്രൈമർ കോട്ടും കാര്യങ്ങളൊക്കെ ആവും. അതേപോലെ നമ്മുടെ സിയാസ് കയറ്റിയിട്ടിട്ട് ഏകദേശം കുട്ടികൾക്കും കാര്യങ്ങളൊക്കെ ഇന്നലെ ഓവർ ടൈം ചെയ്തിട്ട് കുട്ടികൾക്കും കാര്യങ്ങളൊക്കെ ഏകദേശം തീർത്തിട്ടുണ്ട്. ഇനിയും ബാക്കിയുണ്ട് കേട്ടോ കുറച്ച്. അതേപോലെ നമ്മളുടെ ബൂത്തിലേക്ക് പോകാം നമുക്ക്. അപ്പോൾ ബൂത്തിലെ വണ്ടി അണ്ടർകോട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിടക്കുന്നു. ഇനിയിപ്പോൾ ഫൈനലായിട്ടുള്ള പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരിക്കലും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഒരു രക്ഷയില്ല. ഒരുപാട് ബംഗാളി മറ്റേ ബ്ലാക്ക് കളർ സ്ക്രൂ അടിച്ച് വെച്ചേക്കാണ് ഇന്ന സൈഡിലൊക്കെ. അപ്പോൾ അടിവശത്തു നിന്ന് ഒരു സ്ക്രൂ ഉണ്ട്, അത് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വീടാർച്ച അയച്ചെടുത്തു. ഈ ക്ലിപ്പുകളൊക്കെ നമുക്ക് പ്രസ്സിങ് ക്ലിപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾക്ക് എന്തായാലും ഒരെണ്ണം ഡാമേജ്, അത് ഓൾറെഡി ഡാമേജാണ്. ബാക്കി ഇത്രയും ക്ലിപ്പുകളുണ്ട്, നമുക്ക് റിമൂവർ ഇട്ടിട്ട് അയച്ചെടുക്കാം. ബ്രൗൺ ബ്രൗൺ ഇപ്പോൾ നമ്മളുടെ ഫോർച്യൂണർ ഫുള്ളായിട്ട് അഴിക്കലും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ളായിട്ടല്ല, ഫ്രണ്ടേജ് അഴിക്കലും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വണ്ടി ഒരുപാട് പ്രാവശ്യം ആക്സിഡൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. ക്ലാമ്പുകളും കാര്യങ്ങളൊക്കെ ബെൻഡാണ്, നെക്ക് ബെൻഡായിരിക്കുകയാണ്. ഒന്നും ഫിറ്റ് ചെയ്യല്ല, ബെൻഡാണ്. അതേപോലെ ഇവിടെ ബെൻഡാണ്. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് നമുക്ക്. ഓക്കെ, ഇതിപ്പോൾ ഫ്രണ്ടേജ് അഴിച്ചിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഡെൻറ്റിങ് കാര്യങ്ങളൊക്കെ നടത്തേണ്ടതായിട്ടുണ്ട്. ഡോർ പാഡും കാര്യങ്ങളൊക്കെ അയച്ച് ഹാൻഡിൽ അയക്കാം. എന്തായാലും ഇപ്പോൾ ഇന്നും എന്തായാലും ചെയ്യണില്ല. ഇപ്പോൾ ഫ്രണ്ടേജും കാര്യങ്ങൾ അയച്ച് ഇന്ന് ഫ്രണ്ട് ചെക്ക് ചെയ്തതാണ്. ഇപ്പോൾ അതിന് ശേഷം ഡെൻറ്റിങ് വർക്കും കാര്യങ്ങൾ ഇപ്പോൾ ഡോർ പാഡും കാര്യങ്ങളൊക്കെ അയച്ചതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം, അടുത്തൊരു വ്ളോഗിൽ കാണിച്ചു തരാം. നല്ല മഴയായിരുന്നു പുറത്ത്. അപ്പോൾ നല്ല മഴ, കട്ടൻ ചായ, അതേപോലെ തന്നെ വണ്ടിപ്പണി, നല്ല ഫീൽ. പിന്നെ നമ്മൾ ഈ വണ്ടിയുടെ കുറച്ച് ഡെൻറ്റിങ് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിപ്പോൾ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അതിന് ബാക്ക് ഡിക്കി ഇടയ്ക്കൊക്കെ അടയുള്ളൂ. അപ്പോൾ അതിൻ്റെ കാരണം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഒരു എറ്റിയോസിൻ്റെ ബാക്ക് ഡിക്കിയുടെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു ഡിക്കി ചില സമയങ്ങളിൽ അടയില്ല. അതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ്. അതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പൊട്ടൽ തന്നെയാണ്. ഇവിടെ പൊട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾക്കൊരു പീസ് വെച്ചിട്ട് ഇത് വെൽഡ് ചെയ്ത് ഈ ഒരു ലോക്കിനെ സ്ട്രോങ് ആക്കണം. എന്നാലാണ് നമുക്ക് ആ ഒരു കംപ്ലയിൻറ്റ് മാറുള്ളൂ. കാരണം ഇവിടെ നമ്മൾ അടയ്ക്കുമ്പോൾ പറഞ്ഞ ഇമ്പാക്റ്റ് ഇവിടെ ഫ്ലെക്സിബിലിറ്റി ആയിട്ട് പോകും. അതായത് ഇമ്പാക്റ്റ് ശരിക്കും കിട്ടില്ല. അപ്പോൾ അത് ഇങ്ങനെ മൂവ്മെൻ്റ് ആകുമ്പോൾ അടയാനുള്ള ഒരു ഇത് കിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കുറച്ച് പണിയുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗം നമുക്ക് സ്ട്രോങ് ആക്കി ക്ലിയർ ആക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ.
പറഞ്ഞേ അടുത്ത്. ഓക്കെ, പ്രോബ്ലം സോൾവ്. ഈ ഒരു വണ്ടി നമ്മൾ ഫുൾ ഓയിൽ പ്രൈമർ അടിച്ചിട്ട വണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഫുൾ ഓയിൽ പ്രൈമർ അടിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ബോഡി ഫുള്ളും ഉള്ളിലേക്ക് പോയേക്കായിരുന്നു. അതെല്ലാം നമ്മൾ വലിച്ച് അടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി തുരുമ്പ് വരുന്ന ചാൻസസ് കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ഓയിൽ പ്രൈമറും കാര്യങ്ങളൊക്കെ അടിച്ചത് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ഇതേപോലുള്ള പാച്ച് വർക്കും കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ സ്പോട്ടിൽ തന്നെ അപ്പോസിങ് കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്തിരിക്കണം. എന്നാലാണ് നമ്മൾ ആ തുരുമ്പിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ പിന്നീട് വരാണ്ടിരിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ആ വണ്ടിയിൽ ക്ലിയറായിട്ട് അപ്പോസിങ് കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്തു കേട്ടോ. അപ്പോൾ കാരണം വേറെ ഒന്നുമല്ല, നമ്മളിനിപ്പോൾ ഏകദേശം ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ 5-6 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും പെയിൻറ്റിങ് കാര്യങ്ങളുടെ വർക്കും കാര്യങ്ങൾ തുടങ്ങാം. അതുവരെ ഈ ബോഡി മെറ്റൽ ബോഡി ആയിട്ട് കിടക്കുക. അപ്പോൾ അത് റെസ്റ്റ് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് കാരണമാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യണത് കേട്ടോ. അപ്പോൾ നമ്മുടെ ലോക്കിൻ്റെ പ്രശ്നം അപ്പോൾ ഇന്നത്തെ വർക്ക് അങ്ങോട്ട് തീർന്നു. ഇനിയിപ്പോൾ നമ്മളുടെ ഈ ഒരു വണ്ടി ഇവിടെ പ്രൈമർ അടിക്കാൻ വേണ്ടിയിട്ട് ഇത് കംപ്ലീറ്റ് ആയി നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കാലത്ത് കണ്ട വണ്ടിയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഹോണ്ട സിറ്റിയുടെ കുറച്ച് പാച്ച് വർക്ക് ഉണ്ടെന്നാണ് ഇപ്പോൾ അടുത്ത് ആ വർക്കാണ് ചെയ്യാൻ പോണത്. ഇതിൻ്റെ ഫോളും കാര്യങ്ങളും ക്ലിയർ ചെയ്യണം. അതേപോലെ ഇവിടെ ഇഷ്യൂ ഉണ്ട്. അതേപോലെ ഈ ടോയിൻ്റെ അവിടെ ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ക്ലിയർ ചെയ്യണം. അതേപോലെ നമ്മൾ കാലത്ത് വന്നപ്പോൾ അടിച്ച അണ്ടർകോട്ട് അടിച്ച വണ്ടി ഇതിപ്പോൾ അത് ഫൈനൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മൾ അടിച്ചത് പേൾ കോട്ടുണ്ട്. പേളാണ് അടിച്ചത്. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെയാണ് നമ്മൾ ക്ലിയർ കോട്ട് വരുന്നത് കേട്ടോ. ഇപ്പോൾ ഫൈനലി നമ്മളുടെ വൈറ്റ് കളർ വണ്ടി ഇവിടെ പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. പെയിൻറ്റിങ് കഴിഞ്ഞ് ഗണ്ണൊക്കെ എടുത്ത് വയ്ക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ റിൻസ് എന്ന് പറഞ്ഞ ആളുടെ വണ്ടിയാണിത്. വർക്കൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് ദിവസം നാളുകളായി. കാരണം ഇതിൻ്റെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ പാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വണ്ടിയുടെ ഇവിടെ പെയിൻറ്റിങ് കാര്യങ്ങളും കഴിഞ്ഞ് നിൽക്കുന്നു. പേൾ വൈറ്റാണ് അടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. ഡീസൽ അടിക്കാൻ കയറി ഡീസൽ അടിച്ചതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡീസലും പെട്രോളും രക്ഷയില്ല കേട്ടോ. 115 രൂപ പെട്രോള്, 102 രൂപ ഡീസൽ. ഇത് എവിടേക്കാണ് പോകണമോ? അപ്പോൾ അതൊക്കെ അടിച്ച് വീട്ടിലേക്ക് കുറച്ച് നേരത്തെ പോകണം. നേരത്തെ എന്ന് പറഞ്ഞാൽ സമയം ഇപ്പോൾ 4:30 പിന്നെ മഴക്കാർ കാരണം ഇരുണ്ടിച്ചിരിക്കണം കേട്ടോ. നല്ല മഴയായിരുന്നു ഇന്ന്. കാലത്ത് തുടങ്ങി ഉച്ചവരെ മഴയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ തുടർന്നും ഇതേപോലുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വണ്ടികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വണ്ടികളുടെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എടുത്ത് വയ്ക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും